അപ്പൊ നമ്മുടെ EVSന്റെ ക്ലാസ് കുറച്ച് നേരത്തെ ആക്കിയതിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. കാരണം മലയാളത്തിന്റെ ഒരു ക്ലാസ് ഇന്ന് 7 മണിക്ക് നടക്കേണ്ടത് ടീച്ചറിന് ഇന്ന് വേറൊരു ക്ലാസ് ഉള്ളത് കൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. കാരണം നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് കണക്കിന്റെ ക്ലാസ് ആരംഭിക്കണം. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊരു ചോദ്യോത്തര ഫൈറ്റ് എന്നും പറഞ്ഞ ഒരു പുതിയ പരിപാടിയാണ് നമ്മൾ ഇപ്രാവശ്യം ആവിഷ്കരിച്ചേക്കുന്നത്. അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും കലാശക്കൂട്ട് നടത്താറുണ്ട്. അപ്പം ഇപ്രാവശ്യം നമുക്ക് 18-ാം തീയതി ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് 17-ാം തീയതി ഒരു ദിവസം ഫുള്ള് നമുക്കെടുത്ത് ക്ലാസ് നടത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു ചോദ്യോത്തര ഫൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു പുതിയ പരിപാടി ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുമുട്ടാൻ പറ്റുന്ന ചോദ്യങ്ങളെ നേരത്തെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള രീതികൾ നമ്മളിവിടെ ആവിഷ്കരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ടീച്ചർമാർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കും അതിനുള്ള നിർദ്ദേശങ്ങൾ തരും. അതിന്റെ ഏറ്റവും ആദ്യത്തെ മുന്നോടിയായിട്ട് നമ്മൾ ഇതുവരെയുള്ള എല്ലാ ബാച്ചുകളും നമ്മൾ ഒരുമിപ്പിച്ചിട്ടുണ്ട്. ഒരു ബാച്ച് ഒഴികെ എല്ലാരെയും ഒന്നിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 238 പേരാണെന്ന് തോന്നുന്നു മൊത്തം ആ ബാച്ചിൽ ഉള്ളത്. പിന്നെ അഖില ടീച്ചറും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പം അഖില ടീച്ചറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ DLED കുട്ടികളുടെ ക്യാമ്പ് നടക്കുന്നതുകൊണ്ട് ചില ദിവസങ്ങളിൽ രാത്രി അവിടെ ടീച്ചറാണ് അവർക്ക് കൂട്ടു നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ടീച്ചറിന് ഈ പറയുന്ന ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ടീച്ചറെ ഒരു ദിവസം അവിടെ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നത്, ആ ദിവസം മാറ്റി വെച്ച് വരുന്നത്. ഇപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ നാളെ ക്ലാസ് ഇല്ല, മറ്റന്നാൾ ക്ലാസ് വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് മലയാളത്തിന്റെ ക്ലാസ് തരുന്നത് പുതിയ ബാച്ചുകാർക്ക് മാത്രമേ ഇനി എടുത്ത് തീരാനുള്ളൂ മലയാളം. ആ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് തരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ക്ലാസ് വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ പഠിച്ചത് ഒന്നും കൂടി റീവൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ മാത്രം നിങ്ങൾ മലയാളത്തിന്റെ ക്ലാസ്സിൽ ബാക്കിയുള്ളവർ കയറിയാൽ മതിയാവും എന്നും ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. താല്പര്യമുള്ളവര് ജയിക്കണമെന്നുള്ളവര് ക്ലാസ്സിൽ കയറണമെന്ന്. ഞാനത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ 100% നിങ്ങൾക്ക് വിജയ സാധ്യത കൂടുതലാണ്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, ടീച്ചർമാർ പറയുന്ന പല കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കൊച്ചു പേപ്പറിൽ കണ്ടുമുട്ടാറുണ്ട്. ആ കണ്ടുമുട്ടണമെങ്കിൽ, അങ്ങനെ നമ്മൾ കണ്ടുമുട്ടേണ്ട ഒരു സിറ്റുവേഷൻ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എന്താ അവബോധം നമുക്ക് ഉണ്ടാവണം. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ച് നമ്മൾ കുറച്ച് ഫീസ് അടച്ച് അല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അല്ല നമ്മൾ 2 റെക്കോർഡഡ് ക്ലാസ് എടുത്തു വെച്ച് ഒരു നോട്ട് ബുക്കും മേടിച്ചാൽ ഒരിക്കലും അതുകൊണ്ടാവില്ല. അതിന് നമ്മൾ മെനക്കെടുക തന്നെ വേണം. നിങ്ങൾക്ക് അറിയാം, ഇത്രയും പറഞ്ഞത് കൊണ്ട് ഇന്ന് 75 പേര്, ഞങ്ങൾ രണ്ടുപേരും അടക്കം 75 പേര് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയിപ്പിച്ചിട്ട് കയറാൻ നിൽക്കരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കണം. ഈ കേട്ടിട്ട് കൊണ്ട് നിങ്ങൾക്ക് പലർക്കും സർവീസിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇനി അതല്ല എങ്കിൽ പുതിയ എന്തെങ്കിലും നേടാനുണ്ട്, അല്ലെ അടുത്ത PSC പരീക്ഷ എഴുതാനുണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷം ഡെയിലി വേജസിന് കയറാനുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ അടുത്ത വർഷം എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എന്റെ കുഞ്ഞു പിള്ളേരെ നിങ്ങൾക്ക് ഫീസ് അളവൊന്നും തരാൻ പറ്റത്തില്ല, അടുത്ത വർഷം തുടക്കം മുതലേ പഠിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് നടത്തുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളിൽ ഒരു അഭാവം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെന്റെ അടുത്ത് പറയാറുണ്ട്. പറയുന്നവരുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്തവണ തന്നെ ജയിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ അതിന് നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങും. അല്ലാതെ ഞാനിങ്ങനെ കുറെ പ്രസംഗിച്ചത് കൊണ്ടോ അഖില ടീച്ചർ പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല. ഇനി തുടരെ നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ തരും. നിങ്ങളുടെ സ്കൂള് നാളെ കൊണ്ട് അടക്കിയാണ്. മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് തുടരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ തരും. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. 25-ാം തീയതി നിങ്ങൾക്ക് അവധിയായിരിക്കും. അല്ലാത്ത എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. 24, 23, 26 ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. 25-ാം തീയതി ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. 86 പേരായി. അപ്പൊ 84 പേരുണ്ടെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ബഹുമാനത്തോടെ ഇന്ന് 6 മണി തൊട്ട് അല്ലെങ്കിൽ 7 മണി തൊട്ട് 8 മണി വരെ ടീച്ചറിന് വേറെ ക്ലാസ് ഉണ്ടായിരുന്നതാണ്. അത് മാറ്റി വെച്ചിട്ടാണ് ടീച്ചർ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാവീതിയെ സംബന്ധിച്ചൊരു മാലാഖ തന്നെയായിരുന്നു അഖില ടീച്ചർ. എന്ത് കാര്യം പറഞ്ഞാൽ അതപ്പോ അപ്പൊ തന്നെ ചെയ്ത് അപ്പൊ തന്നെ തീർത്തു തരുന്ന ഒരു ടീച്ചറാണ്. കാര്യം വിദ്യാവീതിയുടെ മുകളിൽ ഒരു അമരക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു അപ്പൂപ്പന്റെ സ്ഥാനത്ത് ഞാൻ ഇരുന്നാലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചുറുചുറുക്കോടുകൂടി യൗവനത്തിൽ കഴിയുന്ന അഖില ടീച്ചറാണ്. അപ്പം അഖില ടീച്ചറിനെ ഒരുപാട് ബഹുമാനത്തോടു കൂടി ഏറെ സ്നേഹത്തോടു കൂടി ഇന്ന് ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നു. പിന്നെ എന്റെ വാക്ക് കേട്ട് ഇന്നെങ്കിലും ക്ലാസ്സിൽ തുടരെ മുഴുവനായിട്ട് പങ്കെടുക്കാൻ വന്ന ഇതുവരെ പങ്കെടുക്കാത്ത ആളുകളെയും ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു.
അപ്പം അഖില ടീച്ചറെ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ സാർ, തുടങ്ങാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പഠിച്ചായിരുന്നോ? കാണുമല്ലോ ടീച്ചറെ, കാരണം ഒരു പുതിയ മുഖങ്ങൾ ഇന്ന് വന്നിട്ടുണ്ടാവും. ഓക്കെ, പ്രസന്റ് ടീച്ചർ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം എവിടെ പഠിച്ചു നിർത്തിയത്? ഉള്ളൂ. വിസരണം മിസ്സേ, വിസരണം. എന്താണ് വിസരണം? അന്തരീക്ഷവായുവിൽ തട്ടി പൊടിപടലങ്ങൾ തട്ടിയുണ്ടാകുന്ന പ്രകാശം അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനം. ഓക്കെ, അപ്പൊ എനിക്കിവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. ചിലപ്പോ നിങ്ങളുടെ സ്ക്രീൻ കട്ടാവും. നിങ്ങൾ അത് ശ്രദ്ധിക്കണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി കേട്ടോ. സൗണ്ട് കട്ടാവുകയാണെങ്കിൽ മാത്രം ഒന്ന് പറയണേ. നമ്മൾ വിസരണമാണ് ലാസ്റ്റ് പഠിച്ചത്. വിസരണം എന്ന് പറയുന്നതില് ആകാശത്തിന്റെ നീല നിറമുണ്ട്, കടലിന്റെ നീല നിറമുണ്ട് അല്ലേ? കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാ? സി വി രാമൻ. അദ്ദേഹത്തിന്റെ ഈ രാമൻ പ്രഭാത്തിന്റെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം എന്തോ കൊടുത്തല്ലോ. എന്താ കൊടുത്തേ? നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് കൊടുത്തു. ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ പ്രൈസ് കൊടുത്തു. പിന്നെ വേറെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇതിന് ചൂഷണ ചോദ്യമാണേ. ഈ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കാനുള്ള കാരണം എന്താ? അന്നാണ് ഈ ആ ദിവസമാണ് രാമൻ പ്രഭാവം കണ്ടെത്തിയത്. അത് മറന്നുപോലെ, അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. അതിരിക്കട്ടെ, നമ്മൾ ഏതൊക്കെ പ്രകാശ പ്രതിഭാസം പഠിച്ചു? അപവർത്തനം, വിസരണം, ഓക്കെ, പ്രതിപതനം, അപവർത്തനം, വിസരണം വരെ നമ്മൾ പഠിച്ചു. അടുത്തതാണ് പ്രകീർണനം. ഡിസ്പേർഷൻ. പ്രകീർണനം കേൾക്കാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഓക്കെ, ഇനി നമ്മൾ പ്രകീർണനം എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ പറയുന്നത്, നമ്മൾ ധവള പ്രകാശം പറഞ്ഞു, വിസിബിൾ ലൈറ്റ്, ഇതെല്ലാം വൈറ്റ് ലൈറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ നമ്മുടെ ഈ വെളിച്ചത്തിന് വൈറ്റ് ലൈറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സമന്വിത പ്രകാശം. സമന്വിത പ്രകാശം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ. നമുക്കറിയാം വിസിബിൾ ലൈറ്റിൽ എത്ര വർണ്ണങ്ങളുണ്ട്? ഏതൊക്കെയാണ്? യെല്ലോ, റെഡ്, ഓറഞ്ച്, വയലറ്റ്, ഇൻഡിഗോ, പിന്നെ യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ 7 നിറങ്ങളും ചേർന്നതാണ് നമ്മുടെ വൈറ്റ് ലൈറ്റ് അല്ലെ? അത് തന്നെയാണ് ഇവിടെ സമന്വിത പ്രകാശം എന്നും പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തെയാണ് ഈ സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. നമ്മുടെ വൈറ്റ് ലൈറ്റ്, ഒന്നിലധികം നിറങ്ങൾ അതിലുണ്ട്. ഈ സമന്വിത പ്രകാശം, ഈ വൈറ്റ് ലൈറ്റ് അതിന്റെ ഘടക വർണ്ണങ്ങളായിട്ട്, അതായത് അതിൽ അടങ്ങിയിട്ടുള്ള മറ്റ് നിറങ്ങളായിട്ട് പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അതായത് നമ്മുടെ വൈറ്റ് ലൈറ്റ് അതിലുള്ള 7 നിറങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് പ്രകീർണനം. നമ്മൾ മഴവില്ല് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. മഴവില്ല് ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണമാണ് ഈ പ്രകീർണനം. ഈ നമ്മുടെ വൈറ്റ് ലൈറ്റിന് പ്രകീർണനം സംഭവിക്കുമ്പോഴാണ് ഈ 7 നിറങ്ങളും എന്ത് ചെയ്യുന്നത്? കാണുന്നത്. 7 നിറങ്ങളും കാണുന്നത്. അപ്പൊ ഓർക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മഴവില്ലുണ്ടാകുന്നതിന് 3 കാരണങ്ങളുണ്ട്. മഴവില്ലുണ്ടാകുന്നതിന് 3 കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രകീർണനം. ഓക്കെ, മറ്റൊരു കാരണം അപവർത്തനമാണ്. ഏതാണ്? അപവർത്തനം. ഈ പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനമാണ് കേട്ടോ.
അപവർത്തനം, പ്രകാശത്തിന് അപവർത്തനം, ഒരു പ്രത്യേക തരത്തിലുള്ള അപവർത്തനം സംഭവിക്കുമ്പോഴാണ് ഈ പ്രകീർണനം നടക്കുന്നത്. പ്രകാശ പ്രകീർണനത്തിന് കാരണം എന്താണ്? അപവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മഴവില്ലുണ്ടാകുന്നതിനുള്ള മറ്റൊരു കാരണം അപവർത്തനമാണ്. മഴവില്ലുണ്ടാകുന്നതിനുള്ള 2 കാരണങ്ങൾ പറഞ്ഞു. 1 അപവർത്തനം, 2 പ്രകീർണനം. മഴവില്ലുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? അപവർത്തനം, അപവർത്തനം, പ്രകീർണനം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, ഇനി ഒരേ ഒരു കാരണം കൂടെ ഉണ്ട്. അത് ഞാനത് എത്തുമ്പോ പറഞ്ഞുതരാം. ഒരു കാരണം കൂടെ ഉണ്ട്. നമുക്ക് മഴവില്ലിനെ പറ്റി നോക്കാം. മഴവില്ലിന്റെ ആകൃതി അർദ്ധവൃത്താകൃതിയാണ്. മഴവില്ലിന്റെ ആകൃതി എന്താണ്? അർദ്ധവൃത്താകൃതിയാണ്. മഴവില്ലിന്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഘടകവർണ്ണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മഴവില്ലിന്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഘടകവർണ്ണം ചുവപ്പാണ്. മഴവില്ലിന്റെ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണ്ണം ചുവപ്പാണ്. മഴവില്ലിന്റെ മധ്യത്തിലായിട്ട് കാണുന്നത് പച്ചയാണ്. മഴവില്ലിന്റെ ഏറ്റവും താഴെയായിട്ട് കാണുന്നത് വയലറ്റ് ആണ്. നമ്മൾ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് വയലറ്റ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. മഴവില്ലിന്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത് വയലറ്റ് ആണെന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ല. മഴവില്ലിന്റെ ഏറ്റവും മുകളിലുള്ളത് ചുവപ്പ് നിറമാണ്. മഴവില്ലിന്റെ ഏറ്റവും മുകളിൽ ചുവപ്പ് നിറം, മധ്യത്തിലായിട്ട് പച്ച നിറം, ഏറ്റവും താഴെയായിട്ട് വയലറ്റ് നിറം. ഇനി ഓർക്കേണ്ടത്, എപ്പോഴും മഴവില്ലുണ്ടാകുന്നത് സൂര്യന്റെ എതിർദിശയിലായിരിക്കും. മഴവില്ലുണ്ടാകുന്നത് എപ്പോഴും സൂര്യന്റെ എതിർദിശയിലായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മഴവില്ലുണ്ടാകുമ്പോൾ ചെറിയ തരത്തിലുള്ള മഴയും ഉണ്ടാകും, വെയിലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റിലാണ് സാധാരണ എന്ത് ചെയ്യുന്നത്? മഴവില്ലുണ്ടാകുന്നത്. ഈ മഴത്തുള്ളികൾക്കകത്ത് ഈ ഒരു പ്രകീർണനം നടക്കുമ്പോഴാണ് മഴവില്ലുണ്ടാകുന്നത് കേട്ടോ. മഴവില്ലുണ്ടാകുന്നത് എപ്പോഴും എങ്ങനെയാണ്? സൂര്യന്റെ എതിർദിശയിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സൂര്യൻ കിഴക്കായിരിക്കുമ്പോൾ മഴവില്ല് എവിടെ ഉണ്ടാകും? പടിഞ്ഞാറ്. സൂര്യൻ പടിഞ്ഞാറാണെങ്കിൽ മഴവില്ല് എവിടെയായിരിക്കും? കിഴക്ക്. ഇനി സൂര്യൻ മുകൾ ഭാഗത്താണെങ്കിലോ? താഴെ ഉണ്ടാകുമോ? മഴവില്ല് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോ മഴവില്ല് നമ്മുടെ നട്ടുച്ച സമയത്തൊക്കെ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകൾ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തറ ഭാഗത്ത് ഉണ്ടാവോ മഴവില്ല്? ഇല്ല, മഴവില്ല് ഉണ്ടാവത്തില്ല കേട്ടോ. അതൊന്ന് ഓർക്കണം. മഴവില്ലിന്റെ ഭാഗം കൂടുതൽ ദൃശ്യമാകുന്നത്, നമുക്ക് നല്ല വ്യക്തമായിട്ട് മഴവില്ല് കാണാൻ പറ്റുന്നത് സൂര്യൻ ചക്രവാളത്തോട് അടുത്ത് നിൽക്കുമ്പോൾ. അതായത് സൂര്യ ഉദയാസ്തമയ സമയങ്ങളിൽ ചക്രവാളത്തിനടുത്തായിരിക്കുമല്ലോ, നല്ല ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കുമല്ലോ. ആ സമയത്തായിരിക്കും മഴവില്ല് നന്നായിട്ട് വിസിബിൾ ആയിരിക്കുന്നത്. ഇനി മഴവില്ല് അദൃശ്യമാകുന്നത് സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് വളരെ ഉയരത്തിലായിരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, തലയ്ക്ക് മുകളിലാവുമ്പോൾ എന്ത് ചെയ്യും? മഴവില്ല് അദൃശ്യമാവും, മഴവില്ല് ഉണ്ടാവൂല, മഴവില്ല് കാണാൻ പറ്റില്ല. അത് സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് വളരെ ഉയരത്തിലായിരിക്കുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയും, നമുക്ക് രാവിലെയും അതുപോലെ വൈകുന്നേരം ആ സമയങ്ങളിൽ ചക്രവാളത്തിലായിരിക്കുമ്പോഴാണ് കൂടുതലും മഴവില്ല് ഉണ്ടാകുന്നത്. ഇനി വിമാനത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മഴവില്ല് കാണപ്പെടുന്നത് വൃത്താകൃതിയിലായിരിക്കും. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ ആർക്ക് പോലെ ഇരിക്കുന്ന എന്തായിട്ട് കാണും? വൃത്താകൃതിയിൽ തോന്നും. ശരിക്കുള്ള മഴവില്ലിന്റെ ആകൃതി അർദ്ധവൃത്താകൃതിയാണ്. ഒരു വൃത്തത്തിന്റെ പകുതി, അതാണ് അർദ്ധവൃത്താകൃതി. വിമാനത്തിൽ നിന്ന് നോക്കിയ മഴവില്ല് കാണപ്പെടുന്നത് വൃത്താകൃതിയിലുമായിരിക്കും. ഓക്കെ, അടുത്താണ് ഡിഫ്രാക്ഷൻ. അടുത്ത പ്രകാശ പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ പറയുന്നത് വിഫങ്കനം എന്നും പറയും കേട്ടോ. വിഫങ്കനം ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പൊ ഡിഫ്രാക്ഷൻ അഥവാ വിഫങ്കനം, സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം. എന്താ അതാര്യ വസ്തുക്കൾ? ഉദാഹരണം കൂടെ പറഞ്ഞേ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്തത്. ഉദാഹരണം പറഞ്ഞേ.
മരക്കഷ്ണം കല്ല് മരക്കഷ്ണം, തടി, ഓട്. തടി, മരകഷ്ണം, ഓട്, ഇതൊക്കെ അതാര്യ വസ്തുവിന് ഉദാഹരണമാണ് അല്ലെ. അപ്പം സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കൾ, വളരെ ചെറിയ അതാര്യ വസ്തുവിനെ ചുറ്റി അതിന് ചുറ്റും പ്രകാശം വളയും, ഇല്ലെങ്കിൽ അതിങ്ങനെ വ്യാപിച്ചു നിൽക്കും. അതിന് പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. ഈ പ്രകീർണനത്തിന് പറയുന്നത് ഡിസ്പേർഷൻ എന്നാണ്. രണ്ട് വ്യത്യാസമാണ്. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മങ്ങളായിട്ടുള്ള അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ്. ഇപ്പൊ CD-യിലൊക്കെ മഴവില്ല് പോലെ കാണുമല്ലോ, അതിന് കാരണം ഡിഫ്രാക്ഷൻ ആണ്. ഇതിലുള്ള അതാര്യ വസ്തു CD നമുക്കറിയാം പ്രകാശം കടത്തി വിടൂല അല്ലേ. CD എന്ന് പറയാ ഒരു വശത്ത് നമ്മള് അതാര്യമാക്കിയ വശിക്കുന്നത്, അത് പ്രകാശത്തെ കടത്തി വിടൂല. അപ്പൊ അതിന് ചുറ്റും എന്ത് ചെയ്യും? പ്രകാശം വ്യാപിക്കും. അതാണ് ഈ ഒരു മഴവിൽ നിറത്തിൽ നമുക്ക് നല്ല തിളക്കം അനുഭവപ്പെടുന്നത്. അതുപോലെ സൂര്യന് ചുറ്റും വലയം. ഈ താഴത്തെ ഫിഗറിൽ നോക്കിക്കേ, നമ്മൾ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുന്ന ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു വലയം പോലെ തോന്നാറില്ലേ? അതിന് കാരണം ഡിഫ്രാക്ഷൻ ആണ്. അതുപോലെ നിഴലുകൾ, അത് ഓർത്തു വെക്കണേ. നിഴലുകൾ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന പ്രതിഭാസം, നിഴലുകൾ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന പ്രതിഭാസവും ഡിഫ്രാക്ഷൻ ആണ്. നിഴലുകൾ ക്രമരഹിതമായിട്ട് ഇങ്ങനെ വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ കാണപ്പെടും, അതും ഡിഫ്രാക്ഷൻ ആണ് കാരണം. ഇപ്പോ സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നിഴലുകൾ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ ആണ്. അതുപോലെ സൂര്യന് ചുറ്റുമുള്ള വലയം, CD-യിൽ കാണുന്ന മഴവില്ല് നിറങ്ങള് എന്നിവയ്ക്ക് കാരണവും ഡിഫ്രാക്ഷൻ ആണ്. അടുത്തതാണ് ഇന്റർഫറൻസ്. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പേര് വിഭങ്കനം. ഇനി അടുത്തത് ഇന്റർഫറൻസ്, മറ്റൊരു പ്രകാശ പ്രതിഭാസമാണ് ഇന്റർഫറൻസ്. വ്യതികരണം. ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നതാണ്, അപ്പൊ മലയാളത്തിൽ വ്യതികരണം എന്നാണ് അതിനെ പറയുന്നത്. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാല് വ്യതികരണം. രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചിത്രങ്ങള്? നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ്? ഇത് നമ്മളെ കൊമള വിടും സോപ്പ് പത. നമ്മള് സോപ്പ് കുമിള ഉണ്ടാക്കുമ്പോ അത് വെളിച്ചം തട്ടുമ്പോ എപ്പോഴും ഓർക്കണം, നമ്മൾ വെളിച്ചം തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? നല്ല ഭംഗിയുള്ള മഴവിൽ കളർ കാണാൻ പറ്റും നമുക്ക് അതിനകത്ത്. അതുപോലെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഓയിലൊക്കെ ലീക്കായി കിടക്കുവാണെങ്കിൽ അതിൽ വെള്ളമൊക്കെ വീഴുമ്പോൾ എന്ത് ചെയ്യും? ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിക്കുന്ന പോലെ നിറങ്ങൾ കാണും. ഇതിനൊക്കെ കാരണം ഈ ഇന്റർഫറൻസ് എന്ന് പറയുന്നതാണ്. ഇന്റർഫറൻസ്. അപ്പൊ അത് CD-യിലെ മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷൻ, തെറ്റിപ്പോവരുതേ. അപ്പൊ എന്താണ് ഇന്റർഫറൻസ് എന്ന് വെച്ചാല്, ഒരു സ്ഥലത്തെത്തുന്ന ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇന്റർഫറൻസ്. ഇന്റർഫിയർ ചെയ്യുക, രണ്ടുപേര് സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാൾ വന്ന് ഇടയ്ക്ക് കയറുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇന്റർഫറൻസ്, ഇന്റർഫിയർ എന്ന് പറയും അല്ലെ, മറ്റൊരാൾ വന്ന് ഇടയ്ക്ക് കയറുന്നത്. അതുപോലെ ഒരു സ്ഥലത്തെത്തുന്ന കുറെ പ്രകാശങ്ങള്, കുറെ പ്രകാശ തരംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ നിറങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അതെല്ലാം പ്രകാശ തരംഗങ്ങളാണല്ലോ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ പ്രകാശ തരംഗങ്ങളെല്ലാം ഒന്നിച്ചു കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഇന്റർഫറൻസ്. സോപ്പ് കുമിളയില് കാരണം ഈ ഇന്റർഫറൻസ് ആണ്. ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മിസ് ഓക്കെ, അതൊന്നും കൂടെ ഒന്ന് കാണിക്കരുത്. മാറി വന്നോ? വന്നു. ഓക്കെ, ഒരു നെറ്റ്വർക്കിന്റെ ലാഗ് ഉണ്ട്. അടുത്തത് നമ്മള് തുടക്കത്തില് ഈ ഒരു പ്രകാശം എന്ന് പറയുന്ന ഭാഗം തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ വളരെ ഒരു ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം എന്നും അതിന്റെ തരംഗ ദൈർഘ്യം എത്രയാണെന്നാ ഞാൻ പറഞ്ഞെന്നേ? 400 മുതൽ 700 വരെ. 700 മുതൽ നാനോ വരെ. 700 നാനോമീറ്റർ. ഓക്കെ, 400 മുതൽ 700 നാനോമീറ്റർ വരെ വരുന്ന വളരെ
ഭാഗമാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ക്ലാസ് ലൈറ്റിന്റെ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തെ പറ്റി പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഇതിൽ എപ്പോഴും വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ ഇരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ തരംഗങ്ങളുടെയും അതിന്റെ വേവ് ലെങ്ത് അനുസരിച്ചിട്ടുള്ള ഓർഡർ ചോദിക്കും. കൂടുതൽ ഏതാണ് കുറവ് ഏതാണ് എന്നനുസരിച്ച് ചോദിക്കും. അതിന്റെ ഓർഡർ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറഞ്ഞാല് കുറെ വൈദ്യുത സ്വഭാവവും കാന്തിക സ്വഭാവവും ഒക്കെ ഉള്ള കുറെ വികിരണങ്ങൾ, കുറെ റേകൾ, തരംഗങ്ങൾ, അവയുടെ ഒരു കൂട്ടമാണ് ഈ വൈദ്യുത കാന്തിക വികിരണം എന്ന് പറയുന്നത്. ഇപ്പോ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു കൂട്ടം, ഗ്രൂപ്പ്, അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ പാട്ടും ഡാൻസും അറിയുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന പോലെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ ഒരു കൂട്ടമാണ്. എന്നിട്ട് ഇവരുടെ ഇതിലിപ്പോ നമ്മൾ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് എടുക്കുന്നതെന്ന് വെച്ചോ. ഇതിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ്. അതിന് തൊട്ട് താഴെ വരുന്ന, നമുക്ക് ഇങ്ങനെ ഗ്രേഡ് ചെയ്യാൻ പറ്റുമല്ലോ, ഏറ്റവും ഫസ്റ്റ് ഇന്ന കുട്ടി, രണ്ടാമത് ഇന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഗ്രേഡ് ചെയ്യാൻ പറ്റുമല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവരെ ചിലപ്പോൾ നടുക്കും ഫ്രണ്ടിലോട്ട് നിർത്തി, കുറച്ചുകൂടെ ബാക്കിലുള്ളവർ നമ്മൾ തൊട്ട് ബാക്കിലായിട്ടൊക്കെ നിർത്തും. അതുപോലെ ഉള്ള ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് ഈ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഈ ആൾക്കാരെയൊക്കെ, ഇതിനകത്തുള്ള കുറച്ച് ആൾക്കാരെ ഉള്ളൂ, അവരെ എന്ത് ചെയ്യുന്നു വെച്ചാല് ഇങ്ങനെ അവയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തില്, അവയുടെ കുറച്ച് പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൂട്ടമാക്കി തരം തിരിച്ച് വച്ചിട്ടുണ്ട്. ഒരു ഓർഡറിൽ തരം തിരിച്ച് വച്ചിട്ടുണ്ട്. അതിനെയാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ സമൂഹത്തെയാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി ഈ വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ സ്വഭാവം നമുക്ക് പറയാം. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. നമ്മൾ പറഞ്ഞല്ലോ, പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണ്ട, മാധ്യമം വേണ്ട എന്ന് നമ്മൾ ഫസ്റ്റ് ദിവസം പഠിച്ചതാണ്. എന്തുകൊണ്ടാ? പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗം ആയതുകൊണ്ടാണ്. അപ്പൊ സഞ്ചരിക്കാൻ എന്ത് വേണ്ട, ഇവയ്ക്ക് മാധ്യമം ഒന്നും വേണ്ട. ബഹിരാകാശത്തായാലും ഇവ എന്ത് ചെയ്യും, സഞ്ചരിക്കും. ഇനി സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗങ്ങൾ, സഞ്ചരിക്കാൻ മാധ്യമം വേണം, അങ്ങനെയുള്ള തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ സഞ്ചരിക്കാൻ എന്ത് വേണം, മാധ്യമം വേണം. ശബ്ദം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശബ്ദം എന്ന് പറയുന്നത് ഒരു യാന്ത്രിക തരംഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശബ്ദം എന്ന് പറയുന്നത് ഒരു യാന്ത്രിക തരംഗമാണ്. എന്ന് വെച്ചാൽ എന്താ, അതിന് സഞ്ചരിക്കാൻ മാധ്യമം വേണം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നതോ? വജ്രം. വജ്രം. ഖരപദാർത്ഥങ്ങളിൽ വജ്രം എന്നല്ല, നമ്മള് ലൈറ്റ് വരുമ്പോഴാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യത, ഏറ്റവും കുറവ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് വജ്രം എന്ന് പഠിച്ചത്. ശബ്ദം വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥങ്ങളിൽ, വജ്രം എന്നുള്ളതല്ല, ഖരപദാർത്ഥങ്ങളിലാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഏറ്റവും കുറവ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കില്ല. ഓക്കെ, അപ്പോൾ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായ തരംഗങ്ങൾ ഏത് തരംഗം? യാന്ത്രിക തരംഗം. ശബ്ദം. ഓക്കെ, ഇനി ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്, ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഓർഡറിലാണ്. കുറെ ഓർഡർ ഉണ്ട്. നമുക്ക് തന്നെ വേവ് ലെങ്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേവ് ലെങ്ത് കുറഞ്ഞതിൽ നിന്നും തരംഗ ദൈർഘ്യം കുറഞ്ഞതിൽ നിന്നും തരംഗ ദൈർഘ്യം കൂടിയ തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. തരംഗ ദൈർഘ്യം കൂടിയതിൽ നിന്നും തരംഗ ദൈർഘ്യം കുറഞ്ഞ തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വൈദ്യുത കാന്തിക വികിരണങ്ങളെ അടുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തരംഗ ദൈർഘ്യം കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കുറവാണെങ്കിൽ, തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒരു വേവിന്റെ നീളമാണേ, തരംഗ ദൈർഘ്യം കുറവാണെങ്കിൽ ഊർജം കൂടുതലായിരിക്കും. തരംഗ ദൈർഘ്യം കൂടുതലാണെങ്കിൽ ഊർജം എങ്ങനെയായിരിക്കും? ഊർജം എങ്ങനെയായിരിക്കും?
കൂടുതലായിരിക്കും. തരംഗ ദൈർഘ്യം കുറവാണെങ്കിൽ ഊർജം കൂടുതലായിരിക്കും. തരംഗ ദൈർഘ്യം കുറവാണെങ്കിൽ ഊർജം കൂടുതലായിരിക്കും. അത് ഓർത്ത് വെക്കണം. തരംഗ ദൈർഘ്യം കുറവാണെങ്കിൽ ഊർജം കൂടുതലായിരിക്കും. തരംഗ ദൈർഘ്യം കൂടുതലാണെങ്കിൽ ഊർജം കുറവായിരിക്കും. നമ്മൾ വിസിബിൾ ലൈറ്റ് പഠിച്ചല്ലോ, വിബ്ജിയോർ. അതിൽ തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാ? ചുവപ്പ്. ഓക്കെ. തരംഗ ദൈർഘ്യം കുറവായിട്ടുള്ള നിറം ഏതാ അതില്? ഓക്കെ ഓക്കെ. അപ്പൊ ഓർക്കുക, തരംഗ ദൈർഘ്യം കുറവാണെങ്കിൽ ഊർജം കൂടുതലായിരിക്കും. ഓക്കെ. ഇനി ഇതിനകത്ത് അടുക്കി വെച്ചിരിക്കുന്നത് ഊർജം കൂടുതലായതിൽ നിന്നും കുറവായ തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ചോദിക്കും എപ്പോഴും, കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത് അങ്ങനെയാണ്. ഇതിൽ ഏറ്റവും ഊർജം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് പറയാനോ അല്ലെങ്കിൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലോട്ടോ ആണ് എപ്പോഴും ഇതിന്റെ ഓർഡർ ചോദിക്കും. ശരിയായ ക്രമം ഏത് എന്ന് പറഞ്ഞാണ് എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഏറ്റവും ഊർജം കൂടിയത് ഗാമാ കിരണം. ഇപ്പൊ തന്നെ പഠിച്ചു പോണേ. ഗാമാ കിരണം, എക്സ്റേ, അൾട്രാ വയലറ്റ് കിരണം, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് കിരണം, മൈക്രോവേവ്, റേഡിയോ തരംഗം. എത്ര എണ്ണം ഉണ്ട്? ആ, 7 എണ്ണം ഉണ്ട്. പറഞ്ഞുതരാം. നമ്മളെ വിബ്ജിയോറിലുള്ളത് പോലെ 7 നിറങ്ങളുള്ളത് പോലെ 7 വൈദ്യുത കാന്തിക വികിരണങ്ങളാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിനകത്തുള്ളത്. ഇവ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഊർജം കൂടുതൽ നിന്നും കുറവായിട്ടുള്ള ഓർഡറിലാണ്. ആദ്യം വെച്ചിരിക്കുന്നത് ഊർജം കൂടിയതിനെയാണ്. ഊർജം കൂടുതൽ ഏതിനാണപ്പോ? ഗാമാ കിരണത്തിനാണ്. ഓക്കെ. അപ്പൊ ഒന്നാമത് വരുന്നത് ഗാമാ കിരണം, രണ്ടാമത് എക്സ്റേ. എക്സ്റേ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ മെഡിക്കൽ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് എക്സ്റേ. ഒന്നാമത് ഗാമാ കിരണം, 2 എക്സ്റേ, 3 അൾട്രാ വയലറ്റ്. അൾട്രാ വയലറ്റ് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ സൂര്യനിൽ നിന്ന് വരുന്നത് അൾട്രാ വയലറ്റ്, UV, അൾട്രാ വയലറ്റ്. അത് കഴിഞ്ഞ് 4ാമത് വരുന്നത് ദൃശ്യപ്രകാശം, വിസിബിൾ ലൈറ്റ്. അതിനകത്താണ് നമ്മുടെ 7 നിറങ്ങളുള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് ഇൻഫ്രാറെഡ്, IR എന്ന് വിളിച്ചാലും മതി, ഇൻഫ്രാറെഡ്. അത് കഴിഞ്ഞ് വരുന്നത് മൈക്രോവേവ്. ഏറ്റവും ലാസ്റ്റ് വരുന്നത് റേഡിയോ തരംഗം. ഏറ്റവും ഊർജം കുറഞ്ഞ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ ഏറ്റവും ഊർജം കുറഞ്ഞ വികിരണമാണ് റേഡിയോ തരംഗം എന്ന് പറയുന്നത്. ഏറ്റവും ഊർജം കൂടുതൽ ഗാമാ കിരണം, എക്സ്റേ, അൾട്രാ വയലറ്റ്, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ. ഗാമ, എക്സ്റേ, അൾട്രാ വയലറ്റ്, ദൃശ്യപ്രകാശം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ്, IR, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ. ഈ ഒരു ഓർഡറിലാണ് വൈദ്യുത കാന്തിക വികിരണങ്ങൾ വരുന്നത്. ഇതില് റേഡിയോ തരംഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ റേഡിയോകളിലും TV-കളിലും ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് റേഡിയോ തരംഗങ്ങളാണ്. ഇപ്പൊ വൈദ്യുത കാന്തിക വികിരണങ്ങൾ ക്ലിയർ ആണോ? ലാസ്റ്റത്തെ ഒന്ന് പറയാമോ? ഈ ഗാതീയ കിരണം, എക്സ്ട്രാ, അൾട്രാ വയലറ്റ് കിരണം, അതിന്റെ ആ ചോദ്യം ഏകദേശം ഒന്ന് പറഞ്ഞുതരാമോ? വൈദ്യുത കാന്തിക വികിരണങ്ങളാണ് ഈ ഗാമാ കിരണം, എക്സ്റേ, അൾട്രാ വയലറ്റ്, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ എന്ന് പറയുന്നത്. ഇതിനൊരു ഓർഡർ ഉണ്ട്. ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം. തോന്നിയ പാടെ പഠിച്ചു വെക്കരുത്, ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. ഇതിൽ ഏറ്റവും ഊർജം കൂടിയതാണ് ഗാമാ കിരണം, അതാണ് ആദ്യം വെക്കുന്നത്. രണ്ടാമത് എക്സ്റേ, മൂന്നാമത് അൾട്രാ വയലറ്റ്, 4ാമത് ദൃശ്യപ്രകാശം, അടുത്ത് ഇൻഫ്രാറെഡ്, അടുത്ത് മൈക്രോവേവ്, ഏറ്റവും ലാസ്റ്റ് റേഡിയോ. ഈ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് അടുക്കി വെക്കുന്നത്. അതായത് ഊർജം കൂടുന്ന തരത്തിൽ, ഊർജം കൂടിയതിൽ നിന്നും കുറയുന്ന തരത്തിൽ, കേട്ടോ. അതിന്റെ തരംഗ ദൈർഘ്യം കുറവിൽ നിന്നും കൂടുന്ന തരത്തിൽ. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. ഊർജം ഏറ്റവും കൂടുതലാണ് ആദ്യം വെക്കുന്നത്, കൂടിയതിൽ നിന്നും കുറഞ്ഞ തരത്തിലാണ് വെക്കുന്നത്. ഊർജം കൂടുമ്പോ തരംഗ ദൈർഘ്യം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മള് ഇതൊക്കെ ഇന്നലെ നോക്കിയതാണെന്ന് തോന്നുന്നു, അല്ലേ? ഇതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനകത്താണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ആ സമയത്ത് നോക്കാം. അടുത്ത ഭാഗം ഇതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്.
ലൈറ്റിനകത്ത് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഭാഗത്തിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടീച്ചറെ ആ പറയൂ. മഴവില്ലിന് കാരണമായ 3 ഒരെണ്ണം അപവർത്തനം, പ്രകീർണനം, ഒരെണ്ണം ഏതായിരുന്നു ടീച്ചർ? പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനം നിങ്ങൾക്ക് ചോദിക്കത്തില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറഞ്ഞാല് മഴവില്ലുണ്ടാകുന്നതിനുള്ള മറ്റൊരു കാരണമാണ്. അതിന്റെ ബേസ് എന്ന് പറയുന്നതും അപവർത്തനമാണ്. ഈ പൂർണ്ണാന്തര പ്രതിപതനം ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം അപവർത്തനമാണ്. അപവർത്തനത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത്. അതിന് വളരെ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. അതിന്റെ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം. നമ്മുടെ ഒപ്റ്റിക് ഫൈബറുകളിൽ ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ പൂർണ്ണാന്തരിക പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പണ്ടത്തെ ഈ കേബിൾ ടി വി ഒക്കെ അറിയായിരിക്കുമല്ലോ. കേബിൾ ടി വിക്കകത്തുള്ള ആ കേബിളിനകത്തുണ്ടാകുന്നത് ഒപ്റ്റിക് ഫൈബർ ആണ്. ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന്, വളരെ വിദൂരതയിലുള്ള കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒപ്റ്റിക് ഫൈബർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ തരംഗങ്ങളെ ഈസി ആയിട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഇപ്പോ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പി ചെയ്യാൻ. എൻഡോസ്കോപ്പി അറിയായിരിക്കുമല്ലോ. എൻഡോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് എൻഡോസ്കോപ്പി. അത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനമെന്നും പൂർണ്ണാന്തരിക പ്രതിപതനമെന്നും പൂർണ്ണാന്തരിക പ്രതിഫലനമെന്നും ഒക്കെ പറയുന്നത് ഒന്നാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ മിസ്സേ. ഓക്കെ. മഴവിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം ഇതുകൂടിയാണ്. അപ്പൊ ഒരാൾ മാത്രമാണ് അത് ശ്രദ്ധിച്ചിരുന്നത്. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്ക് ലെൻസ് ആൻഡ് മിറർ. ഇത് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റും. ലെൻസ് പഠിച്ചു കഴിഞ്ഞാൽ മിറർ പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ലെൻസും മിററും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? വർഷങ്ങളിൽ പലതരത്തിലുള്ള മിററുകളുണ്ട്. ലെൻസുകളും പലതരത്തിലുള്ള ലെൻസുകളും ഉണ്ട്. ക്വസ്റ്റ്യൻ ഇത് തമ്മില് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പൊ കുറെ ലെൻസും കുറെ മിററും കൊണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നേക്കുവാണ്. ഇതിനെ എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും? ഒന്ന് പറഞ്ഞേ. ആദ്യം നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പൊ 2 തരം മിററുകളുണ്ട്. കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ. ലെൻസും 2 തരത്തിലുണ്ട്. കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. കോൺകേവ് ഉണ്ട്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുമ്പം കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും തന്നിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ, ഇതില് കോൺകേവ് മിറർ ഏതാണ്? 2 കോൺവെക്സ് മിററും 2 ലെൻസ് മിററും തന്നിട്ട് അതിൽ കോൺകേവ് മിറർ ഏതാണെന്ന് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ലെൻസും തന്നിട്ടുണ്ട്, ഒരു മിററും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇതിൽ ലെൻസ് എടുക്കുക, കോൺവെക്സോ കോൺകേവ് എന്ത് വേണോ ആയിക്കോട്ടെ, നമുക്ക് അത് ലെൻസ് ആണോ മിറർ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? മിററിലെ പ്രകാശം കടന്നു പോകുന്നില്ല. അതാണ്. ഒരെണ്ണം സുതാര്യവും ഒരെണ്ണം അതാര്യവുമാണ്. ഓക്കെ, ഒന്ന് സുതാര്യവും ഒന്ന് അതാര്യവുമാണ് കേട്ടോ. അപ്പൊ അതിന് അറിഞ്ഞൂടാത്ത ഒരു കുഴപ്പമൊന്നുമില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ സുതാര്യം എന്ന് പറഞ്ഞാൽ, ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാടി, നമ്മള് കാഴ്ച കുറവൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടിയില് വെച്ചിരിക്കുന്ന ലെൻസ് ആണ്. അപ്പൊ കണ്ണാടി വെച്ചിരിക്കുന്ന ലെൻസ് എന്ത് ചെയ്യും? പ്രകാശത്തെ കടത്തിവിടും. നമ്മുടെ ഈ ഫിഗർ നോക്കിക്കേ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ലെൻസുകളാണ്. കോൺവെക്സും കോൺകേവ് ലെൻസുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇതില് ഈ ആദ്യം വച്ചിരിക്കുന്ന രണ്ടെണ്ണം അടുത്തടുത്ത് പരന്ന തരത്തിൽ വെച്ചിരിക്കുന്ന രണ്ടെണ്ണം ഏതാ? കോൺകേവും. ആ താഴ്ഭാഗത്ത് ഇങ്ങനെ തറയിൽ വെച്ചിരിക്കുന്നത് പോലെ വെച്ചിരിക്കുന്നതെല്ലാം ആദ്യം വെച്ചിരിക്കുന്ന രണ്ടെണ്ണം കോൺവെക്സും ആണ്. അത് രണ്ടും ലെൻസ് ആണ്. ഇവയുടെ പ്രത്യേകത, ഇവ രണ്ടും പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നു. സുതാര്യ മാധ്യമമാണ് കേട്ടോ. പ്രകാശം എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നു. പക്ഷെ മിറർ എന്ന് പറയുന്നത് സുതാര്യമല്ല, അതാര്യമാണ്. അതാര്യം എന്ന് പറയുമ്പോ എന്ത് ചെയ്യുന്നു? പ്രകാശത്തെ കടത്തിവിടുവോ? ഇല്ല. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ ടോർച്ച് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശം അപ്പുറത്തെ സൈഡിൽ തിരിച്ചു വരുവോ?
ഇല്ല, തിരിച്ചു വരത്തേ ഉള്ളൂ. തിരിച്ചു വരത്തേ ഉള്ളൂ. അതാണ് കണ്ണാടി, മിറർ എന്ന് പറയുന്നത്. പ്രകാശത്തെ കടത്തി വിടില്ല. അപ്പൊ ക്ലിയർ ആയോ ലെൻസ് മിററും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായി. ഇനി മറന്നു പോകരുത്. ഓക്കെ. അപ്പൊ ഇനി എന്താണ് ലെൻസ്? ലെൻസ് എന്ന് പറഞ്ഞാൽ ഗോള ഉപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. ഇപ്പൊ ഇന്നത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, ഒരു ഗോളത്തെ പോലെയല്ലേ ഇരിക്കുന്നത് രണ്ടും. ഒരു ഗോളത്തിന്റെ ഉപരിതലമായിരിക്കും, കാണുമ്പോൾ ഒരു ഗോളത്തെ പോലിരിക്കും. ഈ ഗോളത്തിന്റെ ഉപരിതലമുള്ള സുതാര്യമായ പ്രകാശത്തെ കടത്തിവിടുന്ന മാധ്യമമാണ് ലെൻസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അപ്പൊ നിങ്ങൾ ഓർക്കുക, എഴുതി വെച്ചേ, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചേ, കൺഫ്യൂഷൻ വരും. ലെൻസുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. എഴുതി വെച്ചേ, ലെൻസില് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗങ്ങളുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. എഴുതിയോ? ഓക്കെ. ഇനി ദർപ്പണം. കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അങ്ങനെ തന്നെ എഴുതണം. കോൺവെക്സ് ലെൻസ്. ലെൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് കോൺവെക്സ് ലെൻസിനാണ്. കോൺവെക്സ് ലെൻസ് അണ്ടർലൈൻ ചെയ്തോളണം. ഇനി ദർപ്പണങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണത്തിനാണ്. ലെൻസും മിററും വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ ആ ലെൻസും മിററും കൂടെ ചേർത്തോളണം. ലെൻസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് കോൺവെക്സിനും ലെൻസിനും. ദർപ്പണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് ഏതിനാണ്? കോൺകേവ് മിറർ. കോൺകേവ് മിറർ, കോൺകേവ് ദർപ്പണത്തിലൂടെ. ഇത് രണ്ടും ആദ്യമേ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതിയിൽ കൂടുതൽ കൺഫ്യൂഷനും തീരും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഉപയോഗങ്ങൾ നമുക്ക് ആ കുറവ് ഉപയോഗമുള്ളത് ഏതൊക്കെയാണെന്ന് അങ്ങ് ആദ്യമേ പഠിക്കണം. അപ്പൊ മറ്റത് എന്തായിരിക്കും, അടുത്തതിനായിരിക്കുമല്ലോ. അങ്ങനെ ഓർത്തോളണം കേട്ടോ. ഇനി കോൺവെക്സ് ലെൻസിനെ പറ്റി നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസ് മധ്യഭാഗം കട്ടി കൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ്. മധ്യഭാഗം നല്ല കട്ടി കൂടി ബൾജ് ചെയ്തിരിക്കും. ഇതില് താഴെ കാണുന്ന ഫിഗർ, മധ്യഭാഗം നല്ല ഉരുണ്ടാണ് ഇരിക്കുന്നത്, കട്ടി കൂടി ഉരുണ്ട് ബൾജ് ചെയ്തിരിക്കും, ഒരു മുഴച്ചിരിക്കുന്ന പോലെ ഇരിക്കും. എന്നിട്ട് സൈഡ് എന്ത് ചെയ്യും, നല്ല കോണ് പോലെ ഇരിക്കും. അതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അടുത്ത ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന നോക്കിയേ, വശം പരന്നതാണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ വശം പരന്നതല്ല, ഇടുങ്ങിയതായിരിക്കും. മധ്യഭാഗം കട്ടി കൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ഉത്തല ലെൻസ്. ഉത്തല ലെൻസ്. കോൺവെക്സ് ലെൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ഉത്തല ലെൻസ്. ഇനി മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസ്. മധ്യഭാഗം ഇടുങ്ങി ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കും, കർവ് ആയിട്ടിരിക്കും. വശങ്ങളോ നല്ല കട്ടി കൂടിയിരിക്കും. ഞാൻ ആദ്യം കാണിച്ചിരുന്ന ഫിഗറിലുള്ളത് അതാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ്, അതിനെ അവതല ലെൻസ് എന്ന് പറയും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, ഇങ്ങനെ ഇരിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വസ്തുക്കളെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. വസ്തുക്കളെ വലുതായിട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. മാഗ്നിഫയിങ് നമ്മൾ ബുക്കൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടൊരു പരീക്ഷണമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ലേ, ഈ കൈനോട്ടക്കാരുടെ കയ്യിലൊക്കെ കാണും, അവരിങ്ങനെ അത് വെച്ചായിരിക്കും കയ്യിൽ നോക്കുന്നത്. അതിനെയാണ് മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഒരു പിടിയൊക്കെ കാണും, ഒരു സർക്കിളിൽ ഒരു സാധനം, ഒരു പിടിയുള്ളത്, അതാണ് മാഗ്നിഫയിങ് ഗ്ലാസ്. വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്നത് കൈനോട്ടക്കാരൊക്കെ വെച്ചിരിക്കും. അതിനെയാണ് മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ഇതൊക്കെ എന്താ? മൈക്രോസ്കോപ്പ് സൂക്ഷ്മജീവികളെ നോക്കാൻ, ചെറുതിനെ വലുതായിട്ട് കാണാൻ. ടെലിസ്കോപ്പ് അതല്ലേ ദൂരെ ഉള്ളതിനെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ടും മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഒക്കെ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്.
ഓക്കെ, ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് സംവ്രജന ലെൻസ്. ലെൻസ് എന്ന് പറഞ്ഞു ആദ്യം. ഇപ്പൊ പറയുന്ന മറ്റൊരു പേരാണ് സംവ്രജന ലെൻസ്. സംവ്രജന ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. എന്താണ് ദീർഘദൃഷ്ടി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പഠിക്കാം. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. അടുത്ത് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് മറ്റൊരു പേരാണ്. നമ്മൾ അവതല ലെൻസ് എന്ന് പഠിച്ചു. മറ്റൊരു പേരാണ് വിവ്രജന ലെൻസ്. വിവ്രജന ലെൻസ്. കോൺകേവ് ലെൻസിന്റെ മറ്റൊരു പേര് ഏതാണ്? വിവ്രജന ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേറെ വലിയ ഉപയോഗമൊന്നും പഠിക്കാനായിട്ടില്ല. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല മിസ്. കോൺകേവ് ലെൻസ് ആണോ ടീച്ചറെ? അവതല ലെൻസ്. കോൺകേവ് ലെൻസ് ആണ് അവതല ലെൻസ്. ഓക്കെ, ഇനി ദീർഘദൃഷ്ടി പറയുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ. ചില സമയത്ത് പരീക്ഷയ്ക്ക് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ പേര് കൂടെ പഠിച്ചോളാം. കാണിക്കാമോ? ഏതാണ്? ഇതിന്റെ ഇപ്പൊ ഇരിക്കുന്നതിന് മുന്നിൽ കോൺകേവ് ലെൻസ് അത് തന്നെ. ഓക്കെ, ഇനി ദീർഘദൃഷ്ടിക്ക് പറയുന്ന മറ്റൊരു പേര് ഹൈപ്പർ മെട്രോപ്പിയ. അത് പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ചോദിക്കും കേട്ടോ. ചിലപ്പോൾ ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതെന്ന് ചോദിക്കും. ഏതാ? നമ്മളിപ്പോ പഠിച്ചു. ഏതാ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ്. ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. അങ്ങനെ പഠിച്ചോളാം. ലോങ് സൈറ്റഡ്നെസ്. ലോങ് സൈറ്റഡ്നെസ് ദീർഘദൃഷ്ടി. ദീർഘമായത് കാണാം, ലോങ് ആയിട്ടുള്ളത് കാണാം എന്ന് പറയുമ്പോ എന്താ? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാം. പേര് തന്നെ ഉണ്ട്, ദീർഘദൃഷ്ടി, ദീർഘമായ ദൃഷ്ടി. ലോങ് സൈറ്റഡ്നെസ്. ദൂരമുള്ളത് കാണാം, വ്യക്തമായിട്ട് കാണാം, പക്ഷെ അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അപ്പൊ ചില ആൾക്കാർക്ക് അവിടെ എഴുതിയിരിക്കുന്നതൊന്നും നിങ്ങൾ വായിച്ചു നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ഞാൻ അതിലുള്ളതല്ല പറയുന്നത്. ദൂരമുള്ളത് വ്യക്തമായിട്ട് കാണാം, പക്ഷെ അടുത്തുള്ളത് എന്ത് ചെയ്യുന്നില്ല? വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഈ അവസ്ഥ പറയുന്ന പേരാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമ്മുടെ കണ്ണിലെ പ്രതിബിംബം പതിക്കുന്ന ഭാഗം ഏതാണ്? റെറ്റിന. ഇപ്പൊ റെറ്റിനയിൽ പതിക്കാതെ റെറ്റിനയുടെ പുറകിലായിട്ടായിരിക്കും പ്രതിബിംബം പതിക്കുന്നത്. റെറ്റിനയുടെ പുറകിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രതിബിംബം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂനത, വൈകല്യം, കണ്ണിന്റെ വൈകല്യം ഉണ്ടാകുന്നത്. ദൂരെയുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല? വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോ ഇവരുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തുവിന്റെ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരപരിധി എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്? 25 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റെറ്റിനയിൽ ഒരു ദൃശ്യം എത്രയോ സെക്കൻഡ് സമയം തങ്ങി നിൽക്കുമെന്നും അതിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് എന്നും പഠിച്ചിട്ടുണ്ട്. എത്ര സെക്കൻഡ് സമയം? 1/16 സെക്കൻഡ് സമയം താങ്ങി നിൽക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ദീർഘദൃഷ്ടിയുള്ള ആൾക്കാരുടെ കണ്ണിന്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ദീർഘദൃഷ്ടി ക്ലിയർ ആണല്ലോ. ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. റെറ്റിനയുടെ പുറകിലായിരിക്കും പ്രതിബിംബം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂനത വരുന്നത്. ഇവരുടെ കണ്ണിന്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. ഇനി ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിക്ക് പറയുന്ന മറ്റൊരു പേരാണ് മയോപ്പിയ. ദീർഘദൃഷ്ടി ഹൈപ്പോമെട്രോപ്പിയ, ഹ്രസ്വദൃഷ്ടി മയോപ്പിയ. മയോപ്പിയ എന്നൊക്കെ പറഞ്ഞ് കൂടുതലും ചോദിക്കാറുണ്ട്. മയോപ്പിയ, ഹ്രസ്വദൃഷ്ടി മയോപ്പിയ. ഏത് ലെൻസാ ഉപയോഗിക്കുന്നത്? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ് ഈ ഒരു ന്യൂനത പരിഹരിക്കുന്നത്. ഇപ്പൊ ഹ്രസ്വദൃഷ്ടി നേരെ ഓപ്പോസിറ്റ് ആണേ. ഹ്രസ്വം, നിയർ സൈറ്റഡ്നെസ്. അടുത്തുള്ളത് വ്യക്തമായിട്ട് കാണാം, അകലെയുള്ളത് കാണാൻ പറ്റുന്നില്ല. അടുത്തുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം, പക്ഷെ അകലെയുള്ളത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത്തരം നേത്ര പരിമിതിയാണ് ഹ്രസ്വദൃഷ്ടി. ചില ആൾക്കാര് എന്ത് ചെയ്യും? അടുത്ത് വെച്ച് വായിക്കും, കണ്ണിനോട് ചേർത്ത് വെച്ച് വായിക്കും, ചിലർ നീക്കി പിടിച്ച് വെച്ച് വായിക്കും. ശ്രദ്ധിച്ചാൽ നോക്കി അറിയാം. ഇപ്പൊ ചില ആൾക്കാർക്ക് വ്യക്തമായിട്ട് അടുത്തുള്ളതിനെ കാണാൻ പറ്റും, പക്ഷെ അകലുള്ളതിനെ കാണാൻ പറ്റില്ല. അതാണ് ഹ്രസ്വദൃഷ്ടി.
ഇതിന്റെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററിനേക്കാളും കുറവായിരിക്കും കേട്ടോ, ഇതിന്റെ നിയർ പോയിന്റ്. കാര്യം ഇവ റെറ്റിനയ്ക്ക് മുകളിലായിരിക്കും, മുൻഭാഗത്തായിട്ടായിരിക്കും. ഫിഗർ നോക്കിയാൽ അറിയാം, റെറ്റിനയ്ക്ക് മുൻഭാഗത്തായിട്ടായിരിക്കും പ്രതിബിംബം ഉണ്ടാകുന്നത്. ഒന്നുകൂടി പറയോ? ഏതാണ്? ഹ്രസ്വദൃഷ്ടി. ഓക്കെ. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ, ഹ്രസ്വം, അടുത്തത്, നിയർ സൈറ്റഡ്നെസ്, അടുത്തുള്ളതിനെ കാണാം. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, പക്ഷെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അതാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ദീർഘദൃഷ്ടിയില് പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയുടെ പുറകിലായിരുന്നെങ്കിൽ ഇവിടെ റെറ്റിനയുടെ മുൻഭാഗത്തായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബം പതിക്കുന്നത്. ഇനി കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂനത പരിഹരിക്കാൻ വേണ്ടി പറ്റും. മയോപ്പിയ എന്നാണ് മറ്റൊരു പേര്. ക്ലിയർ ആണോ? ഓക്കെ. നമുക്കിനി ഇതൊന്നും പഠിക്കാനില്ല. ആക്ച്വലി നിങ്ങൾക്ക് കാറ്റഗറി 1 ഇതൊന്നും വേണ്ട. ഓക്കെ. ഇനി ഈ ഒരു കാര്യം ഓർത്തു വെക്കുക, നമ്മുടെ ലെൻസിന് ഒരു പവർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണിന്റെ ഒക്കെ കണ്ണാടി വെക്കുന്നവർക്ക് അറിയാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ പവർ കുറഞ്ഞു, പവർ നോക്കണം, ചെക്ക് ചെയ്യണം, പവർ കൂട്ടേണ്ട സമയമായി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അപ്പൊ ലെൻസിന് ഒരു പവർ ഉണ്ട്. ഈ ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് അതിന്റെ ഒരു യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ലെൻസ് നമ്മൾ വൈദ്യുതിക്ക് ഒരു പവർ ഉണ്ട്. ആ പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട് ആണ് കേട്ടോ, വാട്ട്. ഇനി ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് വേറെ ഒന്നാണ്, അത് ഫോക്കസ് ദൂരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1/f ആണ് പവർ എന്ന് പറയുന്നത്. അതായത് ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമം ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ. ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ് ഇതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം. ക്യാപിറ്റൽ ലെറ്റർ ഡി, ഡയോപ്റ്റർ. അടുത്ത് നമ്മൾ ദർപ്പണം പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്രതിബിംബത്തിന്റെ ഒന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല, പ്രതിബിംബത്തിന്റെ പതനം ഒന്നും ചോദിച്ചിട്ടില്ല. കാറ്റഗറി 1 നമുക്ക് ചോദിച്ചിട്ടില്ല. ഇത് സമതല ദർപ്പണം. കാറ്റഗറി 2 ഞാൻ സെപ്പറേറ്റ് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് അത് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇവര് വെറുതെ അത് കേട്ടിരിക്കണം, അത് ഒരുപാട് ഉണ്ട്. സമതല ദർപ്പണം, ദർപ്പണങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് സമതല ദർപ്പണം. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയാണ് സമതല ദർപ്പണം. ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. നമ്മൾ മുഖം നോക്കുന്ന പ്ലെയിൻ ആയിട്ടുള്ള മിറർ, അതിനെയാണ് എന്ത് പറയുന്നത്? പ്ലെയിൻ മിറർ, സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, താഴെ കാണിച്ചിരിക്കുന്ന ഫിഗറിലുള്ളത് സമതല ദർപ്പണമാണ്. പ്രകാശത്തെ കടത്തി വിടുന്നില്ല, കണ്ടോ? വന്ന് പതിക്കുന്നു, പ്രതിപതിച്ചു പോകുന്നു. പ്രകാശം പതിക്കുന്ന കിരണത്തെ, ദർപ്പണത്തിൽ പതിക്കുന്ന കിരണത്തെ പതന കിരണമെന്നും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന കിരണത്തെ പ്രതിപതന കിരണമെന്നും പറയും. ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന കിരണത്തെ പതന കിരണമെന്നും, ഇത് ലെൻസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, പതന കിരണമെന്നും പ്രതിപതിക്കുന്ന കിരണത്തെ പ്രതിപതന കിരണമെന്നും പറയും. ഈ രണ്ട് കിരണങ്ങളുടെയും സെപ്പറേറ്റ് ചെയ്യുന്ന തരത്തിൽ നമുക്കൊരു ലംബം വരയ്ക്കാൻ പറ്റും. ഈ ലംബവും പതന കിരണവും തമ്മിലുള്ള കോണാണ് പതനകോൺ. ലംബവും പതന കിരണവും, ആ ഫിഗർ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ എഴുതിയിരിക്കുന്ന ഒന്നും നോക്കണ്ട. ലംബവും പതന കിരണത്തിനും ഇടയ്ക്കുള്ള കോണാണ് പതനകോൺ. ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പറയുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. ഇപ്പൊ നമ്മളെ മുഖം നോക്കുകയാണ് കണ്ണാടിയിൽ, നമ്മുടെ അതേ വലിപ്പം തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ണാടിയിലും കാണുന്നത്. അല്ലാതെ വലിപ്പം കൂടിയതായിട്ടോ കുറഞ്ഞതായിട്ടോ ഒന്നും എന്ത് ചെയ്യില്ല, കാണില്ല. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. നമ്മളെ കണ്ണാടിയിൽ നിന്ന് എത്ര അകലത്തിലാണോ നിൽക്കുന്നത് അതേ അകലം എവിടെയും കാണും, കണ്ണാടിയിലും കാണും. അങ്ങനെയല്ലേ? അതെ, അതാണ് പറയുന്നത്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും, വസ്തുവും ഇപ്പൊ വസ്തു എന്ന് പറയുന്നത് നമ്മളും കണ്ണാടിയും തമ്മിലുള്ള അകലവും, ഇനി കണ്ണാടിയിലും അതിലുള്ള പ്രതിബിംബം തമ്മിലുള്ള അകലം എന്തായിരിക്കും? തുല്യമായിരിക്കും, ഒരേ അകലം കാണിക്കും. ഇനിയുള്ള ഒരു പ്രധാന പ്രത്യേകതയാണ് പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. നമ്മുടെ വലതുവശം കണ്ണാടിയിൽ ഇടതുവശമായിട്ടല്ലേ തോന്നുന്നേ? നമ്മൾ സെൽഫി ഒക്കെ എടുക്കുന്ന പോലെ നമ്മുടെ വലതുവശം ഇടതുവശമായിട്ടല്ലേ കാണുന്നേ? ഈ ഫിഗറിലുള്ള പോലെ.
അതിനെ പറയുന്നതാണ് പാർശ്വിക വിപര്യം. നമ്മുടെ വലതുവശം ഇടതുവശമായിട്ട് കണ്ണാടി കാണും. അതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഇത്രയാണ് ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ. ക്വസ്റ്റ്യൻ പഠിക്കുക. ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളാണ് ഇപ്പൊ പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് മറക്കാതെ പഠിക്കണം. ഇത് ചോദിച്ചിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി ഒന്ന് പറയോ? പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, അതിനകത്താണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി, അവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഉപരിതലം പ്ലെയിൻ ആയിട്ടുള്ളത് സമതലമായ ദർപ്പണങ്ങളെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഇനി ഇതിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് നമ്മൾ കണ്ണാടിയിൽ ഉണ്ടാകുന്ന രൂപം, അതിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. ഇപ്പൊ നമ്മൾ മുഖം നോക്കുമ്പോൾ നമ്മുടെ അതേ വലിപ്പം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കണ്ണാടിയിലും കാണുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ചീപ്പ് ഉണ്ടെങ്കിൽ ആ ചീപ്പിന്റെ അതേ വലിപ്പം തന്നെയാണ് കണ്ണാടിയിലും കാണുന്നത്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ഇപ്പൊ നമ്മൾ കണ്ണാടിയിൽ നിന്ന് കുറച്ച് അകലെയാണ് നിൽക്കുന്നതെങ്കിൽ അതേ അകലം തന്നെയായിരിക്കും കണ്ണാടിയിലുള്ള നമ്മുടെ രൂപവും. അത്രയും ഡിസ്റ്റൻസ് കാണും. നമ്മൾ എത്രത്തോളം അടുത്ത് നിൽക്കുന്നോ അത്രയും അകലം കുറവായിട്ടും കാണും. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. നമ്മുടെ വലത് കൈയൊക്കെ ഇടത് കൈയായിട്ടായിരിക്കും കണ്ണാടി കാണുന്നത്. കണ്ണാടിയുടെ ഒരു ഇതിൽ നോക്കുമ്പോ ഒന്ന് ആലോചിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. നമ്മുടെ വലതുവശം അതിൽ ഇടതുവശമായിട്ട് കാണും. അതാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്താണ് ആറന്മുള കണ്ണാടി. ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് പ്രത്യേകതരം ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ഓക്കെ, എന്തുവാണ്? പ്രത്യേകതരം ലോഹക്കൂട്ട് കൊണ്ട് നിർമ്മിച്ചതാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ഇതിന് മറ്റ് സാധാരണ ദർപ്പണത്തിൽ നിന്നുള്ളതിനേക്കാൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ലോഹസങ്കരം കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ടുള്ളത്, നമ്മുടെ സാധാരണ കണ്ണാടിയിൽ നോക്കുന്നതിനേക്കാളും ക്ലിയർ ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ടുള്ള പ്രതിബിംബം കാണാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ടിന്നും കോപ്പറും എന്ന് പറയുന്നത് ചെമ്പുമാണ്. ടിന്നും കോപ്പറും കൂടെ ചേർത്താണ് ഈ ആറന്മുള കണ്ണാടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞ പ്രത്യേക ലോഹക്കൂട്ട് അതാണ് ടിന്നും ലെഡും. ലോഹസങ്കരം എന്ന് പറയുമ്പോൾ ഒരു ലോഹവും ലോഹം അല്ലാത്ത മറ്റേതെങ്കിലും ഒരു മൂലകവും തമ്മിൽ ചേർത്താണ് ലോഹസങ്കരങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കാറ്റഗറി 2 പഠിപ്പിച്ചതാണ്. കാറ്റഗറി 2 അറിയാമായിരിക്കും. പ്രത്യേകതരം ലോഹക്കൂട്ട് കൊണ്ട് നിർമ്മിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ. ടിന്നും കോപ്പറും കൊണ്ടാണ് ആറന്മുള കണ്ണാടി നിർമ്മിച്ചിട്ടുള്ളത്. ടിന്നും കോപ്പർ, ഇത് ചോദിച്ചിട്ടുണ്ടേ. ടിന്നും കോപ്പറും. ഇനി നമ്മുടെ സമതല ദർപ്പണങ്ങൾ വീട്ടിലുണ്ട്. ഓക്കെ. അടുത്തതാണ് അതിന് കുറച്ച് റേറ്റും കൂടുതലാണ്. കുറച്ചുകൂടെ വ്യക്തമായ പ്രതിബിംബം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത. ടിന്നും കോപ്പറും ചേർത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ സമതല ദർപ്പണം പറഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് ഗോളീയ ദർപ്പണങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അവിടെ 2 ഫിഗർ ഉണ്ടല്ലേ. ഒരു ഗോളത്തിനെ മുറിച്ചു വെച്ചാൽ ഒരു ഗോളത്തിനെ മുറിച്ചു വെക്കുന്ന പോലെ അല്ലാതിരിക്കുന്നേ. അതുകൊണ്ടാണ് പറയുന്നത് പ്രതിപതന തലം, പ്രതിപതിക്കുന്ന ഭാഗം ഗോളത്തിന്റെ പോലെ ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ മുഖം നോക്കുന്ന ഭാഗം ഇങ്ങനെ ഒരു ഗോളം പോലെ ഉരുണ്ടിരിക്കും അല്ലെങ്കിൽ കുഴിഞ്ഞിരിക്കും. സമതല ദർപ്പണം എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആയിരിക്കും. ഗോളീയ ദർപ്പണം എന്ന് പറയുമ്പോൾ എന്താ? ഗോളത്തിന് പോലെ ഒന്നുകിൽ ഉരുണ്ടിരിക്കും അല്ലെങ്കിൽ കുഴിഞ്ഞിരിക്കും. അങ്ങനെ ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഗോളീയ ദർപ്പണങ്ങളാണുള്ളത്. കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം. കോൺവെക്സ് മിററും കോൺകേവ് മിററും. പ്രതിപതിക്കുന്ന പ്രതലം അതായത് നമ്മുടെ മുഖമൊക്കെ കാണുന്ന ആ പ്രതലം പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത്, നമ്മുടെ ലെൻസ് പറഞ്ഞ പോലെ തന്നെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നത് കോൺവെക്സ് ദർപ്പണം.
അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നത്, ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നത് കോൺകേവ് ദർപ്പണം. ആ ഫിഗർ കൂടെ വരച്ച് വെച്ച് പഠിച്ചോളണം. കോൺവെക്സ് ദർപ്പണം ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ അടുത്തത് ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞത്, പുറത്തേക്ക് ഉന്തി നിൽക്കുന്നത് കോൺവെക്സ് ദർപ്പണം. ഉള്ളിലോട്ട് വളഞ്ഞു നിൽക്കുന്നത് കോൺകേവ് ദർപ്പണം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി പ്രതിബിംബങ്ങളെ യഥാർത്ഥ പ്രതിബിംബമെന്നും മിഥ്യാ പ്രതിബിംബമെന്നും പറയാൻ പറ്റും. പ്രതിബിംബങ്ങളെ യഥാർത്ഥ പ്രതിബിംബമെന്നും മിഥ്യാ പ്രതിബിംബമെന്നും പറയാൻ വേണ്ടി പറ്റും. നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും, നമുക്കല്ലെങ്കിൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബം. നമുക്ക് കാണാൻ പറ്റും അവയെ. ഇനി കാണാൻ പറ്റാത്തത് ദർപ്പണത്തിന്റെ ഉള്ളിൽ കാണും, പക്ഷെ നമുക്കതിനെ നേരിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റൂല. അങ്ങനെയുള്ള പ്രതിബിംബമാണ് മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കോൺകേവ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ദർപ്പണം ഏതാ? ദർപ്പണമോ? ദർപ്പണം ഏതാ? കോൺകേവ് ദർപ്പണം അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നേ? ലെൻസ് കോൺവെക്സ്, ലെൻസ് മിറർ കോൺകേവ്. നമുക്ക് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. അതുകൂടെ ഒന്ന് എഴുതി വെച്ചേ. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്നത് കോൺകേവ് ദർപ്പണമാണ്. അതുകൊണ്ടാണ് മിറർ വരുമ്പോൾ കോൺകേവ് ദർപ്പണങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്നത് കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്നത് കോൺകേവ് ദർപ്പണം. രണ്ട് തരത്തിലുള്ള പ്രതിബിംബങ്ങളാണ് ഉള്ളത്, യഥാർത്ഥ പ്രതിബിംബം, മിഥ്യാ പ്രതിബിംബം. യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്നത് കോൺകേവ് ദർപ്പണങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത് ഇതിന്റെ ഉപയോഗങ്ങളാണ്. കോൺവെക്സ് ദർപ്പണത്തിന്റെയും കോൺകേവ് ദർപ്പണത്തിന്റെയും ഉപയോഗമാണ് പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ പ്രതിബിംബ രൂപീകരണം കാറ്റഗറി 2-നുണ്ട്. അത് ഞാൻ പ്രത്യേകം സ്പെഷ്യൽ ഡിസ്കഷൻ സമയത്ത് പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ദർപ്പണങ്ങൾ, അവയുടെ ഉപയോഗങ്ങൾ നോക്കാം. ഉപയോഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ദർപ്പണം, കോൺവെക്സ് ദർപ്പണം കുറച്ച് ഉപയോഗമല്ലേ ഉള്ളൂ. വാഹനം ഓടിക്കുമ്പോ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം ഇനിയുണ്ട്, ഉപയോഗങ്ങൾ കൂടുതലുണ്ട്, അത് പറഞ്ഞു തരാം. അതിന് റിയർ വ്യൂ മിറർ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും വാഹനങ്ങൾ ഉണ്ടല്ലോ, ബൈക്ക് അല്ലെങ്കിൽ കാറൊക്കെ ഉണ്ടല്ലോ. ഇത് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഓരോ മിറർ വെച്ചിട്ടുണ്ട്. എന്തിനാ? ചുമ്മാ വെറുതെ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടി വെക്കുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന മിററിനെ പറയുന്ന പേരാണ് റിയർ വ്യൂ മിറർ. നമ്മളെ വാഹനങ്ങളിൽ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടി രണ്ട് സൈഡിലുള്ള മിറർ പറയുന്ന പേരാണ് റിയർ വ്യൂ മിറർ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണം. അപ്പം വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം കിട്ടും, അതിൽ എഴുതിയിരിക്കുമല്ലോ. ഏറ്റവും അടുത്തായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ ലോങ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്. കുറച്ചു നല്ല ചെറുതായിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറെ വിസ്തൃതിയിലുള്ള, കുറെ ബാക്കിലോട്ടൊക്കെ നിൽക്കുന്ന വാഹനങ്ങളെയും കൂടെ കാണാൻ വേണ്ടി പറ്റും. ഇനി കോൺകേവ് ദർപ്പണം എന്ന് പറയുമ്പോൾ ഷേവിംഗ് മിറർ ആയിട്ടും ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. ലെൻസ് അല്ല, ദർപ്പണമാണേ. ഷേവിംഗ് മിറർ, ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന എന്താ? കോൺകേവ് ദർപ്പണം. വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവാണിത്. വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവാണ്. സമതല ദർപ്പണം. സമതല ദർപ്പണം മുഖം നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കാലിഡോസ്കോപ്പ്. കാലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, നമ്മളൊരു കുഴിക്കകത്തൊക്കെ ഇരുന്നിട്ട് മുകളിലുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കാലിഡോസ്കോപ്പ്. ഗൂഗിൾ ചെയ്താൽ മതി, കാണാൻ പറ്റും കാലിഡോസ്കോപ്പ്. അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. അപ്പൊ ഇനി കുറച്ചധികം ഉപയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കോൺവെക്സ് ദർപ്പണം നോക്കിക്കേ. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയിട്ട് ഒരു 3 ഉപയോഗമാണ് ഉള്ളത്. ഞാൻ 2 ആഡ് ചെയ്തിട്ടുള്ള ഒരെണ്ണം ഞാൻ പറയാം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയിട്ട് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നു. റിയർ വ്യൂ മിറർ ആയിട്ട് ഓൾറെഡി പഠിച്ചു, റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, ഈ അപകടകരമായിട്ടുള്ള വലിയ വളവുകളിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ദർപ്പണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വളവുകളിലെ മറുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടിയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപകടകരമായ വളവുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ദർപ്പണം കോൺവെക്സ് ദർപ്പണം. പുറം ഭാഗം തള്ളിയ ദർപ്പണം. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചാൽ മതി. അപകടകരമായ വളവുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം.
സ്ട്രീറ്റ് ലൈറ്റുകളെ റിഫ്ലക്ടർ ആയിട്ട്, റിയർ വ്യൂ മിറർ ആയിട്ട്, അപകടകരമായിട്ടുള്ള വളവുകളിൽ അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ കോൺവെക്സ് ദർപ്പണമാണ്. ഇനി കോൺകേവ് ദർപ്പണം എന്തിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്? ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ട്, ഷേവിംഗ് മിറർ ആയിട്ട്, ഇനിയുള്ളത് സോളാർ കുക്കറില് സിനിമ പ്രൊജക്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? കോൺകേവ് ദർപ്പണമാണ്. സിനിമ പ്രൊജക്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? കോൺകേവ് ദർപ്പണമാണ്. അതുപോലെ സിനിമ പ്രൊജക്ടറുകളിൽ പ്രദർശനത്തിന് ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാ? പ്രവർത്തനമല്ലേ? അപവർത്തനാണോ? പ്രതിപതനം. പ്രതിപതനാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതുപോലെ മേക്കപ്പ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ കോൺകേവ് ദർപ്പണമാണ്. മേക്കപ്പ് മിറർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണം. നമ്മുടെ മുഖമൊക്കെ നല്ല വലുതായിട്ട് കാണാൻ പറ്റില്ലേ? ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് അവർ കാണിച്ചു തരുന്ന മിറർ കോൺകേവ് ദർപ്പണം ആണ്. ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റുകളിൽ, ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഹെഡ്ലൈറ്റുകളിൽ കോൺകേവ് ദർപ്പണമാണ്. കാറിലെ ഹെഡ്ലൈറ്റിൽ ഒക്കെ ഉള്ളതും കോൺകേവ് ദർപ്പണം. ഓർക്കുക, കാറിലെ ഹെഡ്ലൈറ്റിലുള്ളത് കോൺകേവ് ദർപ്പണമാണ്. റിയർ വ്യൂ മിറർ കോൺവെക്സ് ദർപ്പണമാണ്. ഇത്രയാണ് ഇതിന്റെ ഉപയോഗങ്ങളുള്ളത്. ഇപ്പൊ നോക്കിക്കേ, കോൺകേവ് ദർപ്പണത്തിനല്ലേ ഏറ്റവും കൂടുതൽ ഉപയോഗം ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ ഇന്നത്തെ ദിവസം? കഴിഞ്ഞ ദിവസം പഠിച്ച ലൈറ്റിന്റെ കുറച്ച് ഭാഗം, രണ്ട് പ്രകാശ പ്രതിഭാസവും പഠിച്ചു. കോൺവെക്സ് ലെൻസിന്റെ കോൺവെക്സ് ദർപ്പണത്തിന്റെ ഇതൊന്ന് കാണിച്ചു തരുമോ? ഇതിന്റെ മുമ്പുള്ള അതിന്റെ ഇടയിൽ കട്ടായി കോൺവെക്സ് ദർപ്പണത്തിന്റെ എന്താ കാണിക്കേണ്ടത്? ഉപയോഗങ്ങള് അതിന്റെ ഇടയിൽ നെറ്റ് കട്ടായി കാണിച്ചു തരും അവസാനത്തെ സ്ലൈഡ്. പ്രത്യേകതകൾ കാണിക്കാം. കോൺവെക്സിന്റെ കാണിക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് മുന്നത്തെ സ്ലൈഡാ മിസ്റ്റേ? ഉണ്ട് മിസ്റ്റേ, കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണിത്, രണ്ടും സെയിം ആണ്. ഓക്കെ മിസ്റ്റേ. ഓക്കെ, നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ ആദ്യം പ്രകാശത്തിന്റെ കുറച്ച് പ്രതിഭാസം പഠിച്ചു. ബാക്കി ഏതൊക്കെ പഠിച്ചു? മിസ്സേ, ഒരു സംശയം ചോദിച്ചോട്ടെ? മിസ്സേ, ഈ യഥാർത്ഥ പ്രതിബിംബം കോൺകേവിലാണോ? അതെ, കോൺകേവ് ദർപ്പണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? മിസ്സേ, കോൺകേവില് മിററിൽ കോൺകേവ് അല്ലേ കൂടുതൽ ഉപയോഗം വരുന്നത്? അതെ, ലെൻസിൽ കോൺവെക്സ് അല്ലേ? ഓക്കെ. അതെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? കാറിന്റെ ഹെഡ്ലൈറ്റ് പുറത്തേക്കല്ലേ തള്ളി നിക്കുക? അതിനകത്ത് ഉള്ളത്. ഇനി ഒന്ന് നോക്കണം. ഇനി ഇതൊക്കെ കാണുമ്പോഴേ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇനി സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചു നോക്കണം. ഇങ്ങനെ തന്നെയാണോ എന്ന് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നിങ്ങൾക്ക് ഇനി 9 മണിക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സമയമായി. പെട്ടെന്ന് നമ്മൾ എന്തൊക്കെയാ പറയുന്നത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പോവാം. നമ്മള് ലൈറ്റില് ഡിഫ്രാക്ഷൻ, പ്രകീർണനമാണ് ആദ്യം പഠിച്ചത്. പ്രകീർണനം മഴയിൽ ഉണ്ടാകുന്നതിനുള്ള കാരണമാണെന്ന് പറഞ്ഞു. സമന്വിത പ്രകാശം അതിലെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ മഴവിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണമാണിത്. മറ്റൊരു കാരണം അപവർത്തനമാണെന്നും മറ്റൊരു കാരണം പൂർണ്ണാന്തരിക പ്രതിപതനമാണെന്നും നമ്മൾ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ഡിഫ്രാക്ഷൻ പറഞ്ഞു. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നതിന് ഉദാഹരണം നിഴലുകൾ ക്രമരഹിതമായിട്ട് കാണുന്നത്, സൂര്യന് ചുറ്റും കാണപ്പെടുന്ന വലയം, അതുപോലെ CD-യിൽ കാണുന്ന വർണ്ണങ്ങൾ, ഇതിനൊക്കെ കാരണം ഡിഫ്രാക്ഷൻ, വിഭങ്കനമാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്റർഫറൻസ്, വ്യതികരണം. ഈ സോപ്പ് കുമിളയിലും അതുപോലെ വെള്ളത്തിൽ പടർന്ന എണ്ണപ്പാളികളിൽ കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം ഇന്റർഫറൻസ് ആണെന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ അതിന് പറഞ്ഞത്. പിന്നെ ഞാൻ ജസ്റ്റ് പൂർണ്ണാന്തരിക പ്രതിഫലനം നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ഉപയോഗിക്കുന്നു, അത് എൻഡോസ്കോപ്പിക്ക് യൂസ് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് വൈദ്യുത കാന്തിക സ്പെക്ട്രം ആണ്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ പറയൂ. വിസരണം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസമാണ് പഠിച്ചത്. വിസരണം
അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന പ്രകാശത്തിന്റെ ഭാഗികമായ പ്രതിപതനമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് വൈദ്യുതകാന്തിക സ്പെക്ട്രം ആണ്. സ്പെക്ട്രത്തിലെ എന്തുവാണ് ഊർജം കൂടുന്ന തരത്തിലാണ് ആ സ്പെക്ട്രത്തിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗങ്ങളാണ് ഈ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിനകത്തുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നാമത് ആദ്യം ഇരിക്കുന്നത് ഗാമാ കിരണം. രണ്ടാമത് ഏതാ പറഞ്ഞേ? എക്സ്റേ കഴിഞ്ഞ് വരുന്നത് അൾട്രാവയലറ്റ് കിരണം, അത് കഴിഞ്ഞ് ദൃശ്യപ്രകാശം, ദൃശ്യപ്രകാശം, മൈക്രോസ്കോപ്പ്, റേഡിയോ തരംഗം. റേഡിയോ തരംഗം. ഇതിൽ ഏറ്റവും ഊർജം കൂടുതലും തരംഗദൈർഘ്യം കുറവുമായിട്ടുള്ളത് ഗാമാ കിരണവും ഊർജം കുറവും തരംഗദൈർഘ്യം കൂടുതലായിട്ടുള്ളത് റേഡിയോ കിരണവുമാണ്. ഏറ്റവും കൂടുതൽ റേഡിയേഷൻ ഉള്ളത് ഗാമാ കിരണത്തിനാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഗാമാ കിരണം, എക്സ്റേ കിരണം, അൾട്രാവയലറ്റ്, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ ഓർഡറിൽ പഠിക്കണം. 7 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ ലെൻസിന്റെയും മിററിന്റെയും കാര്യങ്ങളാണ് പറഞ്ഞത്. 2 തരത്തിലുള്ള ലെൻസുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. പ്രകാശത്തെ കടത്തിവിടുന്ന സുതാര്യമായ ഗോളത്തിന്റെ ഉപരിതലമായിട്ട് വരുന്നവയാണ് ഈ ലെൻസ് എന്ന് നമ്മൾ പറഞ്ഞു. കോൺവെക്സ് ലെൻസും കോൺകേവും പറഞ്ഞു. നമ്മള് കോൺവെക്സ് ഏതാ, ഹ്രസ്വദൃഷ്ടിയാണോ ദീർഘദൃഷ്ടി പരിഹരിക്കാനാണോ ഉപയോഗിക്കുന്നത്? ദീർഘദൃഷ്ടി, കോൺവെക്സ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈപ്പർ മെട്രോപ്പി എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തതും ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണുന്നതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി. പിന്നെ നമ്മൾ അതിന്റെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ പറഞ്ഞത് പഠിച്ചോളണം. പിന്നെ എന്താ പറഞ്ഞേ? കോൺകേവ് ലെൻസിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ദർപ്പണങ്ങൾ പറഞ്ഞപ്പോൾ സമതല ദർപ്പണം, അതിന്റെ കുറച്ച് പ്രത്യേകതകള്, കോൺവെക്സ് ദർപ്പണം, അതിന്റെ കുറച്ച് പ്രത്യേകതകള്, കോൺകേവ് ദർപ്പണം, അതിന്റെ കുറച്ച് പ്രത്യേകതകൾ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അത് വായിച്ച് പഠിച്ചിട്ട് വരിക. അടുത്ത ദിവസം നാളെ ഇല്ല, അത് കഴിഞ്ഞുള്ള ദിവസമാണ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല മിസ്സേ. ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു മിസ്. Thank you, miss.